എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ. മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് തക്കാളിയുടെ ഒരു കൃഷിയെക്കുറിച്ചാണ്. തക്കാളിയുടെ ഒത്തിരി കൃഷി വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. തക്കാളി നടുന്നതും നമ്മൾ വാട്ടരോഗം ഇല്ലാതെ എങ്ങനെ നമുക്ക് തക്കാളി കൃഷി ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പിന്നീട് നമുക്ക് തക്കാളിയിൽ ഉണ്ടാകുന്ന ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒത്തിരി വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമുക്ക് തക്കാളി നന്നായിട്ട് കൃഷി ചെയ്ത് അതിൽ നിന്ന് നല്ല വിളവെടുക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണ്. എന്നാൽ ഒത്തിരി പേര് നമ്മളോട് പരാതിയിൽ ഇങ്ങനെ നമ്മളോട് കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട്, തക്കാളി ഒത്തിരി ഇങ്ങനെ നന്നായിട്ട് വളർന്നൊക്കെ വന്നിട്ട് അതിലൊക്കെ ഒത്തിരി പൂവിടുന്നുണ്ട്, പക്ഷെ അതൊക്കെ പൊഴിഞ്ഞു പോകുന്നു, കരിഞ്ഞു പോകുന്നു എന്നൊക്കെ. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അതിന് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തക്കാളിയുടെ പൂക്കൾ പൊഴിഞ്ഞു പോവാതെ അത് കരിഞ്ഞു പോവാതെ എല്ലാ പൂക്കളും നമുക്ക് കായ്കളായി കിട്ടാനും ഇതുപോലെ നമ്മുടെ മുറ്റത്ത് കുലകുലകളായിട്ട് നമുക്ക് തക്കാളി വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കുറച്ച് വിവരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു തക്കാളിക്ക് പൂക്കൾ പൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടോണിക്ക് തന്നെയാണ് ഇതെന്ന് പറയാം. എന്താണെന്ന് അറിയണ്ടേ? കണ്ടോ, ഇതിനി എന്താണ്, ഇനി ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് കുറച്ച് ദിവസങ്ങൾ വേണം ഈ ഒരു ലൈന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ ചെടി നട്ട് ഇതുപോലെ പൂത്ത് വരുന്ന സമയത്തല്ല നമ്മൾ ഈ ഒരു ലൈന് തളിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ചെടി എപ്പോഴാണോ നടുന്നത് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ചെടി പൂത്ത് തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് നന്നായിട്ട് ഒന്ന് വളർന്ന് പൂക്കാറാകുന്ന ടൈമിൽ ഈ ഒരു ടോണിക്ക് തളിച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ? നമുക്കിനി ഇത് എങ്ങനെയാണ്, എന്താണ്, എങ്ങനെ നമുക്കിത് തയ്യാറാക്കാമെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ഈ ഒരു മുട്ട മിശ്രിതം അല്ലെങ്കിൽ എഗ് അമിനോ ആസിഡ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുട്ടയാണ്. അത് നാടൻ കോഴിമുട്ട തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കോഴിമുട്ടയാണ് നമുക്ക് ഇതിന് വേണ്ടത്, താറാമുട്ടയല്ല. നമുക്ക് നാടൻ മുട്ട കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമുക്കിവിടെ നമ്മുടെ കോഴിയുടെ മുട്ട തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. ഈ നാരങ്ങയുടെ നീരാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അത് എത്ര നാരങ്ങയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ ഈ ഒരു മുട്ട മുങ്ങിക്കിടക്കുന്ന പാകത്തിനുള്ള നാരങ്ങ നീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ഓരോരുത്തരും നമ്മൾ എടുക്കുന്ന നാരങ്ങയുടെ ആ ഒരു നീരിന്റെ ആ ഒരു ഇതുപോലെ ഇരിക്കുമല്ലോ, അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ വേണ്ടത് ശർക്കരയാണ് വേണ്ടത്. അപ്പോൾ ഒരു മുട്ടയ്ക്ക് ഞാനൊരു 25 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്കൊരു 30-40 ഗ്രാം ആയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, അല്പം കൂടിയാലും കുഴപ്പമില്ല, എന്നാലും കുറയാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു 3 കാര്യങ്ങളാണ് ഈ ഒരു മിശ്രിതം തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് അതിന്റെ നീര് നമുക്ക് മാക്സിമം ഒന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഓരോ നാരങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കുരു ഒക്കെ കളയണമെന്നൊന്നുമില്ല, നമുക്ക് അതോടുകൂടി ഇടാം. നമ്മൾ ഈ എടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാലും ഇത് പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളമില്ലാതെ ഇതിൻ്റെ മാക്സിമം നമുക്ക്, ഞാൻ കൈ കൊണ്ട് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ട് നമ്മളിങ്ങനെ പിഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു എല്ലാ നീരും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര നാരങ്ങ നമുക്ക് കുറച്ചധികം നമുക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഒഴിച്ച് നോക്കാം. എന്നിട്ട് പോരെന്നുണ്ടെങ്കിൽ വീണ്ടും നാരങ്ങ കട്ട് ചെയ്താൽ മതിയല്ലോ. നമുക്ക് ഈ ഒരു നാരങ്ങ ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് നമുക്കൊന്ന് എടുക്കാം. ഇപ്പം നമ്മൾ ആ എടുത്ത നാരങ്ങ കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ നീര് മൊത്തം എടുത്തിരിക്കുകയാണ്. ഒരു 10 നാരങ്ങയോളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് നോക്കിയാലേ ആ ഒരു മുട്ട മൂടിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ഒഴിക്കണം. അപ്പോൾ അത് നമുക്ക് ഒഴിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് കട്ട് ചെയ്ത് അതിൻ്റെ നീരെടുക്കാം. അപ്പോൾ അത് കൂടാതെ നമ്മളിവിടെ ആ ഒരു ശർക്കര, നമ്മളൊരു 25-30 ഗ്രാമോളം ശർക്കരയുണ്ട്. അപ്പോൾ അത് ഞാനിതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് നമുക്കിതെല്ലാം ഒന്ന് ചേർത്ത് വെക്കാം. നമുക്കിനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കോഴിമുട്ട ഈ ഒരു പാത്രത്തിനകത്തേക്ക് പൊട്ടാതെ ഉടഞ്ഞു പോകരുത്, അതല്ലാതെ നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തേക്ക് ആക്കി. കണ്ടോ? അപ്പം നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഈ എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു നാരങ്ങാ നീര് നമ്മൾ ഒഴിച്ച് ഒരു 15 ദിവസത്തോളം അല്ല 15-20 ദിവസം വരെ ഇരുന്ന് അത് നന്നായിട്ട് ഉടഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. എന്നാൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു മുട്ട നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് വെച്ചല്ലോ, അതിനകത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം.
നമുക്ക് സമയക്കുറവുള്ളവരും നമ്മൾ ഇതൊക്കെ ചിലപ്പം മറന്നു പോകും. 15-20 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകും. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരുമിച്ച് തന്നെ നമുക്ക് ഇട്ട് വെക്കാം. അപ്പം നമ്മൾ ശർക്കര നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് വെച്ചു. ഇനി നമുക്ക് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ നാരങ്ങയുടെ നീര് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ആ ഒരു നാരങ്ങ ഏകദേശം നമ്മൾ ഒഴിച്ചു കൊടുത്ത നീര് നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു നീരിനകത്ത് നമ്മുടെ ആ ഒഴിച്ചു കൊടുത്ത മുട്ട മുങ്ങി തന്നെ കിടക്കുകയാണ്. ഒരല്പം മാത്രം അത് പൊങ്ങിക്കിടപ്പുള്ളൂ. അത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ അത് മിക്സ് ചെയ്ത് നമ്മളതൊന്ന് മൂടി വെച്ചു. ഇതിങ്ങനെ നമ്മൾ ടൈറ്റായിട്ട് അടയ്ക്കണം. വെറുതെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഗ്യാസ് പുറത്തോട്ട് വരുമ്പോൾ ഇതിങ്ങനെ പൊട്ടി ഇങ്ങനെ തെറിച്ച് മുകളിലോട്ട് പോരും. അതുകൊണ്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു തയ്യാറാക്കിയ ആ ഒരു മിശ്രിതം എന്ന് പറയുന്നത് നമ്മൾ ആ തുടങ്ങിയ സമയത്ത് നിങ്ങൾ കണ്ടതാണല്ലോ, ആയിരിക്കുന്ന അതിൻ്റെ നിറവും ഇപ്പോൾ അതിൻ്റെ ആ നിറം എങ്ങനെയായിട്ടുള്ളതെന്നുള്ളതും ശരിക്കും ഒരു നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ടോണിക്ക് പോലെ തന്നെ ആയിരിക്കുകയാണ്. അതിൻ്റെ ഷെല്ലും ആ ഒരു നാരങ്ങ നീരും എല്ലാം കൂടെ നല്ല കറക്റ്റ് അനുപാതത്തിൽ എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം അതിൻ്റെ ഒന്നും നമുക്ക് ആ ഒരു വെള്ള ഷെല്ലുകൾ കാണാൻ പോലും ഇല്ലാതെ എല്ലാം നന്നായിട്ട് ഇതിനകത്ത് പാകമായിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നല്ലൊരു ഉണങ്ങിയ കമ്പോ അല്ലെങ്കിൽ സ്പൂണോ കൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ അരിച്ചൊന്നും എടുക്കാൻ പോകുന്നില്ല. നമുക്കിതിനകത്തുനിന്ന് ഒരു 2 ml മാത്രം, ഇതിനകത്ത് അളവ് കൂടാൻ പാടില്ല, കറക്റ്റ് 2 ml മാത്രമേ നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്ത് യൂസ് ചെയ്യാവുള്ളൂ. ഇനി നമുക്കതെങ്ങനെ നമ്മുടെ ചെടിയിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ കണ്ടല്ലോ, നമ്മൾ ആ ഉപയോഗിച്ച ശർക്കരയും നാരങ്ങാനീരും മുട്ടത്തോടും എല്ലാം നന്നായിട്ട് അതിനകത്ത് റെഡിയായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. നമ്മൾ അന്ന് ചേർത്ത് വെച്ചതാണല്ലോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഉണങ്ങിയ ഒരു കമ്പ് കൊണ്ടോ സ്പൂണ് കൊണ്ടോ വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. കണ്ടോ, അപ്പോൾ ഇത് നമ്മൾ തുറക്കുമ്പോഴേക്കും നമുക്കൊരു ദുഷിച്ച ഗന്ധമോ ഒരു ബാഡ് സ്മെല്ലോ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു നമുക്ക് ഈ മരുന്നൊക്കെ നമ്മൾ തുറക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ, നമ്മൾ അരിഷ്ടമൊക്കെ തുറക്കുമ്പോൾ ഒരു സ്മെല്ല്, അതിൻ്റെ ആ ഒരു മണമാണ് നമുക്കിത് തുറക്കുമ്പോൾ കിട്ടുന്നത്. അല്ലാതെ യാതൊരു ബാഡ് സ്മെല്ലും ഇല്ല. കണ്ടോ, നമ്മൾ അന്ന് ആ ചേർത്ത് കൊടുത്ത മുട്ടത്തോടൊക്കെ അതിൻ്റെ എല്ലാം അലിഞ്ഞ് ഇത് കണ്ടോ, അതിൻ്റെ ആ ഒരു തോല് വരെ ഈ പരുവത്തിലായിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊരു 40 ദിവസമായപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് 1 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് നമ്മളൊരു 2 ml, കൂടിപ്പോകരുത്, 2 ml മാത്രം എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിലിനകത്തേക്ക് ഞാൻ ആ ഒരു 2 ml ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മൾക്ക് തോന്നും ഇതൊക്കെ കുറവല്ലേ 2 ml എന്ന് പറഞ്ഞാൽ ചെടിക്ക് എന്ത് കിട്ടാനാന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് ഒരുപാട് കൂടുതലാണ് നമ്മുടെ തക്കാളി ചെടിക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി അതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ആഴ്ചയിൽ 1 തവണയോ അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമെങ്കിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചെടി വളർന്ന് കായാകുന്ന ആ ഒരു ടൈമിലല്ല നമ്മളിത് തളിച്ചു കൊടുക്കേണ്ടത്. ചെടി നമ്മൾ നട്ട് ഒരു 10-20 ദിവസമൊക്കെ കഴിയുമ്പോൾ അത് നന്നായിട്ട് ഒരു ഫ്ലവറിങ്ങിനുള്ള ആ ഒരു ടൈമിങ് ആകുന്ന സമയം മുതൽ നമ്മൾ തളിച്ചു കൊടുക്കുമ്പോഴാണ് നല്ല എഫക്റ്റീവ് കിട്ടുന്നത്. അപ്പം നമുക്കിനി നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് തളിച്ചു കൊടുക്കാം. ഇലയുടെ അടിയിലും ആ പൂവിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്തൊക്കെ ധാരാളം ഫ്ലവറിങ് തുടങ്ങിയാണ്. ഇത് കണ്ടോ, ഇതിനകത്തൊക്കെ നോക്കിക്കേ, കണ്ടോ, അതെല്ലാം കുഞ്ഞു കുഞ്ഞ് കായാകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നമുക്കിതിന് എല്ലാത്തിനും ഒന്ന് തളിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഒരുപാട് അളവിൽ എടുക്കരുത്. നമുക്ക് ആഴ്ചയിൽ 1 തവണയോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴോ നമുക്കിത് ചെടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിത് കണ്ടോ, ഈ ഒരു ഇത് നിങ്ങൾ നോക്കിക്കുക, കണ്ടോ, ഇതിനകത്തൊന്നും പൊഴിഞ്ഞു പോവാതെ എല്ലാം നമുക്ക് കായ്കളായിട്ട് കിട്ടാവുന്നതാണ്. അപ്പം നമുക്കിത് തളിച്ചു കൊടുക്കാം. എപ്പോഴും പോലെയൊക്കെ നമുക്കിങ്ങനെ കുലകുലയായിട്ട് ഇങ്ങനെ തക്കാളികൾ പിടിച്ചു വരികയാണ്. കണ്ടോ,
ഇത് നന്നായിട്ട് മുഴുക്കുന്ന തക്കാളിയാണ്. പക്ഷെ എങ്കിലും നമുക്കിപ്പോൾ പകലൊക്കെ നല്ല ചൂടായതുകൊണ്ടാണ് ഇതെല്ലാം പഴുത്ത് വരുന്നത്. എന്തിലും നമുക്ക് ഒരുപാട് ഇത് കണ്ട് ഇതുപോലെയൊക്കെ കായൊക്കെ ഇങ്ങനെ പിടിച്ച് വരികയാണ്. അപ്പം നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തന്ന ആ ഒരു ഫെർട്ടിലൈസർ എല്ലാവർക്കും എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും നമ്മുടെ ചെടികളെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും മനസ്സിലായല്ലോ. നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ തന്നെയാണ്. ഇതിൻ്റെ അളവ് നമ്മൾ കൂടിപ്പോകാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് നമ്മൾ ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്കൊരു 9 മാസം വരെ യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. നമ്മൾ ആദ്യത്തെ ഒരു ഉണ്ടാക്കി വെക്കുന്ന ഒരു ടൈമിൽ നമ്മളൊരു 30-40 ദിവസം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്കൊരു 9 മാസം വരെയും ഈ ഒരു ഫെർട്ടിലൈസർ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അതിനകത്ത് നനഞ്ഞ വെള്ളം വീഴുകയോ നനഞ്ഞ കമ്പിടുകയോ ഒന്നും ചെയ്യാതെ ഉണങ്ങിയത് കൊണ്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് എടുത്തതിന് ശേഷം അത് ടൈറ്റ് ചെയ്ത് അടച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് തക്കാളികൾ പിടിച്ചു കിട്ടാനായിട്ട് സാധിക്കും. ഇത് തക്കാളിയിൽ മാത്രമല്ല വഴുതനയിലും നമുക്ക് പച്ചമുളകിലും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.